ഹായ് ഗൈസ്, ഞങ്ങൾ ഇന്ന് റോയൽ മെയിലിൽ പോയിട്ട് ഞങ്ങളുടെ കൊറിയർ മേടിച്ച് തരുവാണ്. എൻ്റെ കൊറിയർ വാങ്ങിച്ചു, എൻ്റെ ഉടുപ്പ്, റിയാൻ്റെ ഉടുപ്പ് വാങ്ങിച്ചു. അത് സർപ്രൈസ് ആണ്. ആൻഡ് ഏഞ്ചലേൻ്റെ കുറേ 2 ഉടുപ്പ് വാങ്ങിച്ചു. അപ്പം ഞങ്ങളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് സൂൺ വരുന്നതായിരിക്കും. അതൊരു പോലീസ് വണ്ടി പോയതാണ്. സോ ഇതാണ് റോയൽ മെയിലിൻ്റെ ബിൽഡിങ്. അവിടെയാണ് ഞങ്ങൾ പാർസൽ വാങ്ങിക്കാൻ പോയത്. ഹലോ ഗൈസ്, ഹേ ഗേൾസ്, ഹലോ ഗേൾസ്, എല്ലാത്തിനും ഹലോ ഗൈസ് പറയേണ്ട കാര്യമുണ്ടോ? വേണ്ട. അപ്പൊ ഞങ്ങള് ഇവിടെ പോവാണ്. ഞങ്ങൾ കാസർഗോട്ടിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അതിന്റെ മുകളിൽ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. ഞാൻ ഗ്ലാസ് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ കാസർഗോട്ടിൽ ഫുഡ് കഴിക്കാൻ പോവാണ്. എൻ്റെ ഇച്ചിരി കൂടി ഇങ്ങോട്ടുണ്ട്. സംതിങ് നൈസ്, ലോട്ട്സ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട് അവിടെ. ചൈനീസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഈവനിങ് ആയി ഇവിടെ. ഇപ്പം ശരിക്കും 4:42 ആയി. അപ്പം ഞങ്ങൾ എന്താ ആയി, ഡയാനയ്ക്ക് വിശക്കുവാണ്. അതാണ് ഇപ്പോഴത്തെ മെയിൻ തീം. നമ്മൾ എന്തെങ്കിലും കഴിക്കുക, കാസർഗോഡ് പോവാണ്. അതെ, എനിക്ക് പുറത്തിറങ്ങിയ എപ്പോഴും വിശക്കും. എനിക്കും അസുഖമുള്ളതാണ്. പക്ഷെ എനിക്കിപ്പോ എന്തോ, എനിക്ക് നേരത്തെ അസുഖം ഒട്ടും ഇല്ലായിരുന്നു. പക്ഷെ ഈ ഇടയ്ക്ക് ഇടിച്ച് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അസുഖമുള്ള ഒരാളായിരുന്നു. ഇപ്പൊ എനിക്ക് റീസെന്റ് വിശപ്പ് കുറച്ച് കുറവാണ്. അതെ, എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പുണ്ട്. പുറത്തിറങ്ങിയ എസ്പെഷ്യലി വിശപ്പ് കൂടുതൽ. അങ്ങനെ ഞങ്ങൾ കാസർഗോഡ് ചെന്നിട്ട് ബാക്കി പറയാം കേട്ടോ. ഇപ്പം പ്രിയ ഒരു ആൽബം മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതൊരു ഫോട്ടോ കടയാണ്. ഇവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. പ്രിയ ഒരു ആൽബം മേടിക്കുന്നുണ്ട്. പ്രിയ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് ആൽബത്തിൽ സൂക്ഷിക്കാറുണ്ട് ഇപ്പോഴും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോസ് എടുക്കുക, ഫോട്ടോസ് സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു ആൽബം ഉണ്ടായിരുന്നു, ഫുൾ കംപ്ലീറ്റ് ആയി. ഞാൻ ഇവിടെ തന്നെ ആൽബം വാങ്ങിച്ചു. ആൽബം മീൻസ് ഇതൊരു ബുക്ക് പോലെ കേട്ടോ. നമുക്ക് ഫ്രീ പ്രിൻറ്റ്സിന് ആപ്പ് ഉണ്ട്. അതിൽ നമ്മൾ ഫോട്ടോസ് പ്രിൻ്റ് എടുത്തിട്ട് ഇതിനകത്ത് വെക്കും. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ ഫോട്ടോസ് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വെക്കാനൊരു ആൽബം ഇല്ല. സോ ഐ ഡിസൈഡ് ടു ബൈ വൺ ഫ്രം ഹിയർ. അതിനടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നു. കുഴപ്പമില്ല. അപ്പോൾ ഫ്രീ പ്രിൻറ്റിൻ്റെ ആപ്പ് എങ്ങനെയാണ് പ്രിൻ്റ് എടുക്കുന്നത്? ഫ്രീ പ്രിൻറ്റിൻ്റെ ആപ്പിനകത്ത് നമുക്ക് എന്താ ഇതിനകത്ത് കിട്ടുന്നുണ്ടോ? അല്ല, ഫ്രീ പ്രിൻ്റ് ആപ്പിനകത്ത് നമുക്ക് എന്നടി നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവർ നമുക്ക് ഡെലിവറി ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ ഡെലിവറി ചാർജ് കൊടുക്കും. അതിൻ്റെ ഫ്രീ ഫോട്ടോസ് എല്ലാം ഫ്രീ ആണ്. അതിൻ്റെ ഡെലിവറി ചാർജ് മാത്രം ഒരു 4 പൗണ്ട്, ചിലപ്പോൾ 3 പൗണ്ട്, 4 പൗണ്ട്, 5 പൗണ്ട്. അപ്പോൾ നമുക്കൊരു 46 ഫോട്ടോസ് ഒരു 1 മന്ത് കിട്ടും. ഓക്കെ, അത് കൊള്ളാമല്ലോ. ആ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പക്ഷേ ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ട് ഫ്രീ പ്രിൻ്റിൻ്റെ. എനിക്ക് എപ്പോഴും വരാറുണ്ട്. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു ഇതിൽ 300 ഫോട്ടോസ് ഹോൾഡ് ചെയ്യുന്നത്. ഓ, എത്ര രൂപയാണ് അറിയില്ല. രൂപ ഞാൻ നോക്കിയില്ല. ഞങ്ങൾ പൈസ നോക്കാതെയാണ് സാധനം മേടിക്കാറ്. അതല്ല, എനിക്ക് ഭയങ്കര ആവശ്യമാണിത്. അതുകൊണ്ട് ഞാൻ പൈസ നോക്കി. പക്ഷേ നല്ലൊരു ഹോബിയല്ലേ. നീ അവിടെ നിൽക്കും. ഇല്ല, ഞങ്ങൾ അങ്ങനെ ഡ്യൂൺസ് കയറി. ഏഞ്ചലൊക്കെ നാട്ടിൽ പോകുമ്പോഴേക്കും കുറച്ച് സാധനം മേടിക്കാൻ. എല്ലായിടത്തും പോയാൽ ഇത് രണ്ട് സിമ്പിളുണ്ട്. ഞാൻ ഷോർട്ട് വീഡിയോസ് കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ലാഗായി പോകും. ഷോർട്സ് കുഞ്ഞു വെച്ചാണോ? 3 വയസ്സ്. 3 വയസ്സാണ്. അവിടെ ആമ്പിള്ളേരുണ്ട്. 3 വയസ്സിൻ്റെ 4. എനിക്കാണ് വിശക്കുന്നുണ്ട് ഗൈസ്. ഇവർ എനിക്കൊരു വില തരുന്നില്ല. അവിടെ ഇതാണ് ഇന്ത്യ. അവിടെ ചൂടല്ലേ? ഇല്ലടി, അവിടെ തണുപ്പ് വരുമല്ലോ. ജനുവരി ഒക്കെ ആവുമ്പോൾ. നീ എപ്പോഴും സമ്മർ ആയപ്പോഴേക്കും എല്ലാവരും സമ്മർ ഡ്രസ്സിലേക്ക് കയറി. റിയ എന്തോ പാൻറ്റ് നോക്കാൻ വേണ്ടി പോകുന്നുണ്ട് അവിടേക്ക്. കറുത്ത പാൻറ്റ്. ഇതാണ് റിയ. ഇവിടെ എല്ലാ കടയിലും ഇങ്ങനെ വൈൻ കാണും കേട്ടോ. വൈനോ എല്ലാ കടയിലും കാണും.
എന്നോട് എന്തോ ചോദിക്കുന്നുണ്ട്. പ്ലീസ് ആസ്ക് ഫോർ അസിസ്റ്റൻസ്. നമ്മൾ മേടിക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് അസിസ്റ്റൻസ് വേണ്ട. ഏഞ്ചലാ, അത്രയും പൈസക്ക് തുണി മേടിച്ചിട്ട് നിനക്ക് എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷമുണ്ട്. ബിക്കോസ് ഞാനിത് എനിക്കല്ല മേടിക്കുന്നത്, ഞാനിതൊരു വേറെയുള്ള ആൾക്കാണ് മേടിച്ചത്. നിങ്ങളും അങ്ങനെയാണ് ഗിഫ്റ്റ് മേടിക്കുമ്പോൾ കുറേ പൈസക്ക് ഗിഫ്റ്റിന് മേടിച്ചിട്ട് നമുക്ക് വില കുറഞ്ഞത് മേടിക്കുന്ന ആളാണോ? അതെ, ഞാൻ അങ്ങനത്തെ ആളാണ്. വേറെ ആൾക്കാർക്ക് ഗിഫ്റ്റിന് നല്ല പൈസേൻ്റെ സാധനം മേടിച്ചിട്ട് നമുക്ക് വില കുറഞ്ഞ സാധനം മേടിക്കുന്ന ആളാണോ നീന്ന്? ചോദ്യം ക്ലിയർ ആയില്ല, ഒന്നുകൂടെ ചോദിക്കുമോ? അയ്യോ, നീ വേറെ ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോ നല്ല പൈസേൻ്റെയും കൊടുക്കും, നിനക്ക് എന്തെങ്കിലും മേടിക്കുമ്പോൾ പൈസ കുറവാണോ മേടിക്കുന്നേന്ന്? അല്ല, ഞാൻ ഒത്തിരി പേർ ഗിഫ്റ്റ് കൊടുക്കാറില്ല. കൊടുക്കുന്നത് നല്ലത് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് അവർക്ക് എന്താ, ഞാൻ ആദ്യമൊക്കെ ആലോചിക്കും സർപ്രൈസ് കൊടുക്കാമെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായി സർപ്രൈസ് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ചിലപ്പോൾ അവർക്കത് വേണ്ടായിരിക്കും. അപ്പം ഞാനിപ്പോൾ യൂഷ്വലി പ്രിഫർ ചെയ്യുന്ന അവരോട് ചോദിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടേ, എന്നിട്ട് ഞാൻ അത് വാങ്ങിച്ചു കൊടുക്കാറാണ് ഇപ്പോൾ ചെയ്യാറ്. കാരണം ഉണ്ടല്ലോ, ഞാൻ സർപ്രൈസ് കൊടുത്ത് കുറേ പൊളിഞ്ഞു പോയിട്ടുണ്ട്. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ അവരതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. സോ ഐ യൂഷ്വലി ഡു സംതിങ് അവരോട് ചോദിച്ചിട്ട് അവരുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൻ്റെ ഒരു സാധനം കാണുമല്ലോ, അങ്ങനെ ഒരു സാധനം എൻ്റെ കൊക്കിൽ ഒതുങ്ങുന്നത് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. ഓക്കെ, വാട്ട് ഡു യു പ്രിഫർ ഏഞ്ചല? പ്രിഫറൻസ് എനിക്ക് മേടിക്കുമ്പോൾ കുറച്ച് കാശ് നോക്കാറുണ്ട്. പക്ഷെ വേറെ ആൾക്കാർക്ക് മേടിക്കുമ്പോൾ അങ്ങനെ നോക്കാറില്ല. പിന്നെ എങ്ങനെ ഗിഫ്റ്റ് മേടിക്കുന്നത്? അവർക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചു അവർക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചിലവരോട് അത്രയ്ക്ക് ക്ലോസ് ആണെങ്കിൽ ഞാൻ ഇഷ്ടമുള്ളത് മേടിക്കും. അങ്ങനെ സ്പെഷ്യലി ഞാൻ ഇഷ്ടം എന്തോ ആണെന്ന് ചോദിക്കത്തില്ല. മേ ബി ഇൻഡയറക്ട്ലി ചോദിക്കും എന്താ ആവശ്യമുള്ള എന്താ ഇല്ലാത്തതെന്നൊക്കെ. ഞാനും അതായിട്ട് ഉദ്ദേശിച്ചത്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഗിഫ്റ്റ് മേടിച്ച് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നാളെ എന്താ വേണ്ടതെന്നല്ല, നമ്മളിങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് പോകുമ്പോൾ നമുക്കറിയാമല്ലോ അവർക്ക് എന്താ വേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെയാണ് കാണുന്നത്, ഇഷ്ടപ്പെടുന്നു, മേടിക്കുന്നു. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആളാണ് ഞാൻ. അപ്പം ഞാൻ ഒരു കടയിൽ കയറും, എന്നിട്ട് അവിടെ എന്തെനിക്ക് ഇഷ്ടപ്പെട്ടു അത് ഞാൻ മേടിക്കും, എന്നിട്ട് ഞാനത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ ഭയങ്കര ബാഡാണ്. എനിക്കറിയില്ല എന്താ ഗിഫ്റ്റ് കൊടുക്കേണ്ടത്. ഭയങ്കര കൺഫ്യൂഷനാണ് ഭയങ്കര. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഇനി കാസർഗോഡിലേക്ക് പോവുകയാണ്. ഓൺ ദ വേ ടു കാസർഗോഡ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രാവലിന് ബുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് ബുക്ക് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ആണോ? അപ്പൊ നിങ്ങൾ ഇനി ബുക്ക് ചെയ്യുമ്പോൾ ഒരു ഏജന്റ്. അതെ. ഓ, ഇവിടെ എല്ലാം മേക്കപ്പ് ബ്രാൻഡ്സും ഉണ്ട്. റെവല്യൂഷൻ നിക്സ് അന്ന് നമ്മൾ കണ്ട സെയിം. നമ്മളുടെ ഷനയിലൊന്നും ഇല്ല. യാങ്കോസിന്നാ കഴിക്കാം. യാങ്കോസ് അല്ല, യാങ്സി ആണോ? ഞാൻ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. Some gravy, please. ഞാനൊരു ബോക്സ് മീറ്റാണ് മേടിച്ചത്. നമുക്ക് 3 സാധനങ്ങൾ അവർ തരും. ഞാൻ അവിടെ നിന്ന് മേടിച്ചു. റിയയും ഏഞ്ചലയും കൂടി അവിടെ നിന്ന് മേടിക്കാൻ വേണ്ടി ക്യൂ നിന്നിട്ട് അവിടെ തപ്പുന്നുണ്ട്. ചേച്ചി അവിടെ നിൽക്കുന്നത് നമുക്ക് കാണുന്നില്ല. സോ ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. വലിയ ഫുഡ് കോർട്ടാണ്. ഇവിടെ എല്ലാം ഉണ്ട്. പഴയങ്കഞ്ഞി, ഇഞ്ചലിയും വെയും വന്നു. കഞ്ഞി ന്യൂഡിൽ കഞ്ഞി, സാമൺ സൂപ്പ് നൂഡിൽസ്, മിത്സുരു. കൊള്ളാവോടി? നിങ്ങളുണ്ട് ഏഞ്ചൽ പ്രിയ? സൂപ്പർ സാധനം. 3 വയസ്സ്. അയ്യോ,
എക്സ്പ്രഷൻ ഇങ്ങോട്ട് നോക്കിയിടുന്നേ. മണം അടിച്ചിട്ട് തന്നെ എനിക്ക് തിന്നാൻ പറ്റുന്നില്ല. എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല പ്രത്യേകിച്ചൊരു വികാരമൊന്നുമില്ല. ജസ്റ്റ് നമ്മള് വെള്ളത്തിൽ നൂഡിൽസ് കളിക്കുമല്ലോ. അത് നൂഡിൽസ് ഇട്ടിട്ട് ചിക്കനോട് ഇട്ട് തന്നാൽ എങ്ങനെ ഇരിക്കും, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ എരിവോ പുളിയോ മധുരമോ ഇല്ല. സെയിം അതേപോലെയാണോ? ബോൾഡ് ചിക്കൻ കഴിക്കുന്ന പോലെ. എരിവില്ലാടി, ഞാൻ taste ചെയ്ത് നോക്കട്ടെ. ഉപ്പില്ല, അങ്ങനെയൊന്നുമില്ല. ഉപ്പ് അവിടെ ചോദിച്ചാൽ തരില്ല. ഉപ്പുണ്ട്, സോൾട്ടി എന്നാ പറഞ്ഞു. നല്ല കഞ്ഞിവെള്ളം. ഞാൻ പറഞ്ഞു, എനിക്ക് കഞ്ഞിവെള്ളത്തിനകത്ത് കുറച്ച് നൂഡിൽ വിട്ട എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കഞ്ഞിവെള്ളം അല്ലാതെ. അത് പച്ചക്കറിയുടെ ടേസ്റ്റ്. എന്താ ചിക്കൻ എന്തോ അത് ചുമ്മാ പോർക്ക് സോസ് അല്ലേ അതോ മിൻസോ സോസ്? അല്ല, മറ്റേ സോസ്, വെജിറ്റബിൾ സോസാണ് ഞാൻ പറഞ്ഞത്. മിൻസോ സോസ്. ഓക്കെ, അങ്ങനെ നിന്റെ എടുക്കോ? അങ്ങനെ റിയയുടെ റേമൻ കഴിക്കാനുള്ള ഒരു കൊതി തീർന്നു. നല്ല ചൂടാ. കുഴപ്പമില്ല കേട്ടോ, അത്രമാത്രം ഫ്ലോപ്പ് അല്ല അല്ലേ? ഞങ്ങളുടെ എങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഏഞ്ചലെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. എന്നിട്ട് റിയ, ഇനിയിപ്പോൾ റിയ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ റിയ പോവുകയാണ്. ബൈ ബൈ. ഡയാനയുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ താൽക്കാലികമായി വിട പറയുകയാണ്. ഇനി ഡയാന അടുത്തൊരു യൂട്യൂബ് ചാനൽ എടുക്കുമ്പോൾ, അല്ല യൂട്യൂബ് വീഡിയോ എടുക്കുമ്പോൾ അതിൽ കാണാവുന്ന പ്രതീക്ഷയോടെ ബൈ ഗായ്സ്. ബൈ 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 ബൈ. ശരി. ഹലോ ഹലോ ഹായ്. ഓ സിറ്റി. ഞങ്ങളുടെ ഇവിടെയൊക്കെ മൊത്തം ചെറി ബ്ലോസത്തിൻ്റെ പൂക്കളാണ്. കുറേ ഉണ്ട്. നല്ല രസമുണ്ടല്ലേ? ഇല്ല, ഞാൻ എടുത്തായിരുന്നു, പക്ഷെ ഇട്ടില്ല. നല്ല രസമാണ്. ഇതൊരു വൈറ്റും ഉണ്ട്. വൈറ്റല്ലേ കാണാൻ കുറച്ച് പിങ്ക്. എനിക്ക് പിങ്ക് ഇഷ്ടം. അങ്ങനെ കുറേ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കുറേ പൂക്കൾ കാണാം.